അങ്ങയുടെ ഫ്ലൈറ്റും ക്യാൻസൽ ആയല്ലോ, ബുദ്ധിമുട്ടിയല്ലോ? അല്ല, എൻ്റെത് മാത്രമല്ല, ഞങ്ങൾ നിരവധി പേരുടെ യാത്രകൾ മുടങ്ങി. യാത്ര മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സ്ഥിതിയിലായി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഡിഗോയാണ് ഇതിൻ്റെ ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 80% നിയന്ത്രിക്കുന്നത്. ആ ശതമാനക്കണക്കിന് പ്രസക്തിയില്ല. വളരെ ഈ മേഖലയിലുള്ള കുത്തക അവരാണ്. അപ്പോൾ ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരാൾക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ചോദിച്ച ആർക്കും ഉത്തരം പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല. ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഇന്നലെ ഒരു MP ഉന്നയിച്ചിരുന്നു. അപ്പോൾ വളരെ ഇവേസീവായൊരു ഉത്തരമാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്കും എന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവസാനം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ചില റിലാക്സേഷൻ വരുത്തി ഗൈഡ് ലൈനിനകത്ത്. നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വകതിരിവും ഇല്ല എന്നുള്ളതാണ്. ഇത്രയധികം ലക്ഷക്കണക്കായ മില്യൺസായ പാസഞ്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അതെങ്ങനെയാണ് കമ്പനികളെ ബാധിക്കുന്നത് എന്നൊരു സാമാന്യമായ ധാരണ വേണ്ടേ? അതുണ്ടായില്ല. അതുകൊണ്ട് ഫലം എന്താണ്? ചെറിയൊരു റൂട്ടിലേക്ക് പോലും 40,000-50,000 രൂപയാണ്. ഞാൻ ഒരു ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ ഡൽഹി ടു ബാംഗ്ലൂർ വയ സ്പൈസ് ജെറ്റ് 82,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങളായി മലയാളികൾ ഉന്നയിക്കുന്ന ഒരാവശ്യമുണ്ടല്ലോ, ഈ സീസൺ ആകുമ്പോൾ കൊള്ളയടിക്കുമ്പോൾ നമ്മുടെ ആകുമ്പോഴുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. കേരളം ഒരു പ്രശ്നമായി നിരവധി തവണ ഉയർത്തിയൊരു കാര്യം ഓൾ ഇന്ത്യ പ്രശ്നമായിട്ട് ഇപ്പോൾ മാറി. ഞാൻ അതിനകത്ത് ആ നിലയിൽ അതിൻ്റെ ഒരു സംതൃപ്തി രേഖപ്പെടുത്തുന്നതല്ല. എല്ലാവർക്കും നമ്മൾ എത്ര ജെന്യൂനായ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ മാക്സിമം പിഴിയുക എന്ന് പറയുന്ന ഈ പോളിസിയെക്കുറിച്ചിപ്പോൾ ജനങ്ങൾക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായി. ഇനി വേറൊരു ഭാഗം എന്താണ്? ഈ ക്രൈസിസിന് കാരണമായിരിക്കുന്ന ചില റൂൾസ് ഇതൊക്കെ വന്നു, പുതിയ ഗൈഡ് ലൈൻസ് വന്നു. ഇതേ ഇൻഡിഗോ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ന് മുതൽ അവർ പലതും റിസ്യൂം ചെയ്തു യാത്രകൾ. അതിനെല്ലാം എന്ന് പറഞ്ഞാൽ എക്സോർബിറ്റൻ്റായ പ്രൈസാണ്. ഇപ്പോൾ അത് നമ്മളെ എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. MP മാരാണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് നാട് മുഴുവൻ ഇന്നിപ്പോൾ മംഗലാപുരത്തേക്കുള്ളൊരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന ഫെയർ എന്ന് പറഞ്ഞത് 28,000-ഓളം രൂപയാണ്. സാധാരണഗതിയിൽ 7,000, 6,000 ഡൽഹി മംഗലാപുരം സെക്ടറാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തന്നെ ചാർജ് ചെയ്യുന്നത്? അവർ തന്നെ ഒരു പ്രതിസന്ധിക്ക് പരോക്ഷമായിട്ട് കാരണമായി. എന്നാൽ അവർ തന്നെ എക്സോർബിറ്റൻ്റായ ഒരു സ്കൈ ഹിറ്റിംഗ് ആയ പ്രൈസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. കാരണം അവരുടെ ക്രൈസിസ് 2 ദിവസം കൊണ്ട് മാറി കിട്ടും. മാറും. ഇപ്പോൾ ആകാശയാത്ര എന്ന് പറയുമ്പോൾ ഒരു ആഡംബരമല്ലല്ലോ. അപ്പോൾ അവരുടെ ക്രൈസിസ് 2 ദിവസം കൊണ്ട് മാറി കിട്ടും. ലക്ഷക്കണക്കായ ആളുകളെ ഇത് ബാധിച്ചു. അത് എക്കണോമീനെ ബാധിച്ചു, ടൂറിസത്തെ ബാധിച്ചു. പലരുടെയും പരീക്ഷയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഇതിനാര് സമാധാനം പറയും? ഈ നഷ്ടത്തിന് ആര് സമാധാനം പറയും? അപ്പോൾ ഒരു നാപനില്ലായ്മയാണ് ഈ രംഗത്തുള്ളത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ദേശീയ എയർലൈൻ ഇല്ല. ആ എയർലൈൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ്. ഇതിപ്പം ഈ സ്വകാര്യ ആളുകൾ തമ്മിലുള്ള കിടമത്സരത്തിൻ്റെ ഫലമായിട്ടാണെന്നും പറയപ്പെടുന്നു. ഞാൻ ആ പിന്നാമ്പുറ കഥകളെക്കുറിച്ച് എനിക്കറിയില്ല. സ്വന്തമായൊരു എയർലൈൻ ഇല്ലാത്തതിൻ്റെ, വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണിത്. അവർക്ക് തോന്നുന്നത് പോലെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡിഗോ ഫ്ലൈറ്റുകൾക്കെല്ലാം തന്നെ സാധാരണ എടുക്കുന്ന പൈസ അവരെടുക്കാൻ തീരുമാനിക്കണമായിരുന്നു. അതില്ല. ഫലത്തിൽ ആത്യന്തികമായി ഇതിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്, വിക്ടിംസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സ് മാത്രമാണ്. കമ്പനികൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. 2 ദിവസം ഓടാതെ വരുന്നതിൻ്റെ ലാഭം അവർ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അത് ഞങ്ങളിനി ആ വിഷയം ടേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. DGCA ഒന്നാമത്തെ കാര്യം, ഞാൻ DGCAയുടെ സർക്കുലർ എന്തായിരുന്നാലും സർക്കുലർ ഇറക്കുന്നതിന് മുൻപ് അവർ പരിശോധിക്കേണ്ട ഒരു കാര്യം, അതെങ്ങനെയാണ് പെട്ടെന്ന് വ്യാപിക്കാൻ, ഈ മേഖലയെ ബാധിക്കാമുള്ളതാണല്ലോ അവർ ആലോചിക്കേണ്ടത്. അങ്ങനെ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ സർക്കുലർ പൊടുന്നനവേ അത് ഇനിഷ്യേറ്റ് ചെയ്തതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അതാണല്ലോ ഞാൻ പറയുന്നത്. ഇൻഡിഗോ എന്ന് പറയുന്നത് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കൂട്ടിക്കോളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനും എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ആത്യന്തികമായി ഇപ്പോൾ ആർക്കാണ് ഇതിൻ്റെ നഷ്ടം വന്നിരിക്കുന്നത്? ഇപ്പം ഞങ്ങളിപ്പോൾ MP മാരുമുള്ള നിലയിൽ ചില പരിപാടികളിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഭാഗം ഇരിക്കട്ടെ. അത് സാധാരണ ഗതിയിലൊക്കെ നിങ്ങളില്ല, ശരി. പക്ഷേ അതല്ലല്ലോ. ഇപ്പോൾ എത്ര ആളുകളാണ് ഇപ്പോൾ ആസാമിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. എനിക്ക് തന്നെയും പലർക്കും ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കൺഫേമായി കൊടുക്കും. സ്വാഭാവികമായ കാര്യമാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ പലയിടത്തും ഒരുതരം അത് കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ വെള്ളപ്പൊക്കത്ത് പെട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലൊക്കെ പെട്ടിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടായത് അതേപോലത്തെ അവസ്ഥ എയർപോർട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത. പലർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ഇന്ത്യയുടെ വ്യോമയാന യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് ഏറ്റവും കുറഞ്ഞ ബജറ്റ് വിഹിതമുള്ള ഒന്നാണ് ഈ
സിവിൽ ഏവിയേഷൻ വകുപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബജറ്റ് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, ഇതിന് ഒരു നിയന്ത്രണമുള്ള റൂട്ടിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇതിന് എയർലൈൻ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഒരു റോളുമില്ല. പിന്നെ അവസാന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ദേശീയ എയർലൈനും ഇല്ല. അത് എല്ലാ രംഗത്തും ഈ കുത്തകവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായിട്ടിത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.